വെറും ഒരു സാധാരണ പിസ്സ ഡെലിവറിക്ക് ഒരു രാജ്യത്തെ സർക്കാരിനെ വീഴ്ത്താൻ കഴിയുമോ? കേൾക്കുമ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന തിയറിയാണിത്. പെന്റഗണിലെ ലൈറ്റുകൾ അണയാതെ കത്തുമ്പോൾ അർദ്ധരാത്രിയിൽ അവിടേക്ക് പാഞ്ഞെത്തുന്ന നൂറുകണക്കിന് പിസ്സ ബോക്സുകൾ വെറും സ്നാക്സ് മാത്രമല്ല, അതൊരു യുദ്ധത്തിന്റെ അലാം ബെല്ലാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ പെന്റഗൺ പിസ്സ ഇൻഡെക്സ് ഇതാ വീണ്ടും ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. പെന്റഗണിന് ചുറ്റുമുള്ള പിസ്സ ഷോപ്പുകളിൽ പെട്ടെന്നുണ്ടായ തിരക്ക് പ്രവചിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അർദ്ധരാത്രിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് വീട് വളഞ്ഞ് പിടികൂടി. ലോകത്തെ ഞെട്ടിച്ച ഒരു സൈനിക നീക്കത്തിന്റെ വാർത്ത. ആ വാർത്തയെ ചുറ്റിപ്പറ്റിയുള്ള ചില ഫാക്ട്സ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്നും പറയാം. വടക്കേ അമേരിക്കയിലെ പെന്റഗണിന് ചുറ്റുമുള്ള പിസ്സ ഷോപ്പുകളിൽ പെട്ടെന്നുണ്ടായ തിരക്ക് വെറും ഒരു വിശപ്പടക്കലായിരുന്നില്ല, മറിച്ച് ലോക ഭൂപടത്തിൽ തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയാണ്. സാധാരണ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്യുന്നത് വിശക്കുമ്പോഴാണ്. എന്നാൽ അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് ചുറ്റുമുള്ള റെസ്റ്റോറന്റുകളിൽ അർദ്ധരാത്രി പിസ്സ ഓർഡറുകൾ കുമിഞ്ഞുകൂടിയാൽ അതിന്റെ അർത്ഥം ലോകത്ത് എവിടെയോ ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ പെന്റഗൺ പിസ്സ ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഈ രഹസ്യ സൂചന ഇത്തവണയും തെറ്റിയില്ല. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയെന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്താണ് വെനസ്വേലയിൽ സംഭവിച്ചത്? എന്താണ് ഈ പിസ്സ ഇൻഡെക്സ്? നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പെന്റഗണിനടുത്തുള്ള പിസ്സ ഔട്ട്ലെറ്റുകളിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടത്. ഗൂഗിൾ മാപ്സിലെ ബിസി ഗ്രാഫുകൾ റെക്കോർഡ് വേഗതയിലാണ് ഉയർന്നത്. സാധാരണയായി ആ സമയത്ത് ആരും ഇല്ലാത്ത കടകളിൽ നൂറുകണക്കിന് പിസ്സകളാണ് ഓർഡറുകളായി എത്തിയത്. അമേരിക്കൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ഉറക്കമില്ലാതെ രാത്രി മുഴുവൻ ജോലി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഫാസ്റ്റ് ഫുഡ് ഓർഡറുകൾ വർദ്ധിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ തിരക്ക് ചർച്ചയായതിന് പിന്നാലെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നിന്ന് സ്ഫോടനങ്ങളുടെ വാർത്തകൾ വരുന്നത്. പെന്റഗണിലെ ഈ പിസ്സ ഇൻഡെക്സ് കൃത്യമായി ഒരു സൈനിക നീക്കത്തെ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു എന്ന് ചുരുക്കം. പെന്റഗൺ പിസ്സ ഇൻഡെക്സ് എന്നത് കേവലം ഒരു ഇന്റർനെറ്റ് തിയറിയല്ല. ഇതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1991 ഗൾഫ് യുദ്ധസമയത്താണ് ഇത് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് കുവൈറ്റിലേക്ക് ഇറാഖ് കടന്നു കയറിയ രാത്രിയിൽ പെന്റഗണിലെ പിസ്സ ഓർഡറുകളിൽ വൻ വർധനവുണ്ടായി. ഉദ്യോഗസ്ഥർ രാത്രി മുഴുവൻ പ്ലാനിങ്ങിനായി ഓഫീസിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ടായിരുന്നു ഇത്. പിന്നീട് 2022 യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപും സമാനമായ രീതിയിൽ വാഷിംഗ്ടൺ DC-യിലെ പാപ്പ ജോൺസ് അതുപോലെ ഡൊമിനോസ് ഔട്ട്ലെറ്റുകളിൽ അസാധാരണ തിരക്ക് കണ്ടു. അമേരിക്കൻ ചാരസംഘടനകൾ പോലും രഹസ്യമായി വയ്ക്കുന്ന പല നീക്കങ്ങളും ഇത്തരത്തിൽ അബദ്ധവശാൽ പുറത്താകുന്നത് ഒരു വിരോധാഭാസമായി ഇന്നും തുടരുകയാണ്. അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ ഈ രഹസ്യ നീക്കത്തിന് നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. വെനസ്വേലയുടെ ആകാശത്ത് 150ഓളം US വിമാനങ്ങൾ ഒരേ സമയം ഇരമ്പിയെത്തുകയും പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ US സ്പെഷ്യൽ ഫോഴ്സ് കാരക്കാസിലെ മഡൂറോയുടെ ഔദ്യോഗിക വസതി വളയുകയും അദ്ദേഹത്തെയും ഭാര്യയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ടെററിസം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് മദൂറോയുടെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. വെനസ്വേലയിലെ എണ്ണ സമ്പത്തും ഭരണകൂടത്തിന്റെ നിലപാടുകളും ദീർഘകാലമായി അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. ഞങ്ങൾ വെനസ്വേലയെ നേർവഴിക്ക് നയിക്കും എന്നാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. വെനസ്വേലയിൽ നിലവിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് താൽക്കാലിക ചുമതല ഏറ്റെടുത്തുവെങ്കിലും രാജ്യം വലിയൊരു അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലോകം ഡിജിറ്റലായി എത്ര പുരോഗമിച്ചാലും, ചാരസംഘടനകൾ എത്ര രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും, പെന്റഗണിലെ ഈ പിസ്സ ഇൻഡെക്സ് പോലെ ചില ലളിതമായ കാര്യങ്ങൾ വലിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. വെനസ്വേലയിൽ ഇന്ന് നടന്നത് ഒരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം കൂടിയാണ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് വഴി അമേരിക്ക തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മദൂറോയുടെ പതനം ലാറ്റിൻ അമേരിക്കയിൽ ഇനി എന്ത് മാറ്റമുണ്ടാക്കും? റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമോ, അതോ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ഇതൊരു തുടക്കം മാത്രമാണ്. പെന്റഗണിലെ പിസ്സ ഷോപ്പുകൾ ശാന്തമാകുന്നത് വരെ നമുക്ക് ഉറപ്പിക്കാം, തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇനിയും വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. വെറും ഒരു പിസ്സ ഓർഡറിൽ നിന്ന് തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ രാജ്യത്തിന്റെ ഭരണമാറ്റത്തിലാണ് എത്തി നിൽക്കുന്നത്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? വെനസ്വേലയിലെ ജനങ്ങളുടെ ഭാവി എന്താകും? ഈ പിസ്സ ഇൻഡെക്സ് ഇനി ഏത് രാജ്യത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.